ഹായ് എവരി വൺ, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് ഞാനിവിടെ ഒരു 1200 ഗ്രാമിൻ്റെ ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് പാകത്തിന്, ഒരു വലിയ ടേബിൾ സ്പൂൺ തൈരും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള അരി എടുക്കാം. ബിരിയാണിക്ക് ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെള്ളം ഒഴിച്ചവിടെ മാറ്റി വെക്കാം കേട്ടോ. 4 ഉള്ളിയാണ് ബിരിയാണിക്ക് വേണ്ടത്. ഞാൻ അതിൽ നിന്ന് 1.5 ഉള്ളി മുറിച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് പൊരിച്ചെടുക്കാം. നമുക്ക് തൈ ഒരു കളർ വരുമ്പോൾ നമുക്കത് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കാഷ്നട്ടും മുന്തിരിയും വറുത്തെടുക്കാം. അത് വറുത്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. 2-3 സെക്ഷനായിട്ട് നമുക്കങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഇവിടെ പൊരിച്ച് കഴിയാറായിക്കണേ. ഇനി നമ്മൾക്ക് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ വേണം നമുക്ക് മസാല ആക്കാൻ. അപ്പോൾ ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാനിതാ പാനിലേക്ക്, നമ്മൾ മസാല ഉണ്ടാക്കാൻ വെച്ച പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ ആ ഒരു ലീഫില്ലേ പട്ടയുടെ, അതുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള 2.5 ഉള്ളിയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടാം. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്നട്ടും മുന്തിരിയൊക്കെ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുതിനയിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. പുതിനയിലയും മല്ലിച്ചപ്പൊക്കെ അധികം ഇഷ്ടമുള്ളവർക്ക് അധികം ഇടാം. ഞങ്ങൾക്ക് അത്ര ഇഷ്ടം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് ചിക്കനോടിട്ട് നന്നായിട്ട് മിക്സാക്കി ചെറിയ തീയിൽ നമുക്കവിടെ ഇത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്കിവിടെ റൈസിനുള്ള ഇത് റെഡിയാക്കാം. അതിന് നമുക്ക് ആദ്യം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്ത് ഇതായി കാണുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി, കുറച്ച് ക്യാരറ്റ് ഇട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് റൈസ് ഇടാം. ഇനി റൈസ് ഇളക്കി വറ്റി വരുമ്പോൾ നമുക്ക് ഇനി അവിടെ ആക്കി വെച്ചേക്കുന്ന മസാലയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഗീ ഒഴിക്കാം, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. റൈസ് ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാല ഇടാം, അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ദമ്മിട്ട് തുറന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. ഇനി മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് സെർവ് ചെയ്താൽ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.